പുതിയ ഡോക്ടർ ചാർജ് എടുക്കാൻ വന്നിട്ടുണ്ട്. സിസ്റ്റർ കണ്ടായിരുന്നോ? ഓ, എന്താ കാണാനാ? കണ്ടിട്ട് ആള് യോഗ്യനാന്ന് തോന്നുന്നു. വരുമ്പോഴാർക്കാ യോഗ്യത കുറവ്? ഫീലിപ്പോസ് ഡോക്ടർക്ക് എന്തായിരുന്നു കുഴപ്പം? ഇവർക്കൊക്കെ യോഗ്യത ഉണ്ടായാലും ഇല്ലെങ്കിലും നമുക്കൊരു വിശേഷവുമില്ല. നെഞ്ചിന്റെ ഒരു എക്സ്റേ എടുക്കണം. ബ്ലഡ് ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്. അതുവഴി പോയാൽ മതി. ഡോക്ടർ ദേവൻ, ഇറ്റ്സ് എ ക്ലീൻ കേസ് ഓഫ് ഫ്ലൂ. അതിന് ചെസ്റ്റ് എക്സ്റേയുടെ റെലവൻസ് ഐ ഡോണ്ട് ഗെറ്റ് യു. അല്ലെങ്കിലേ എക്സ്റേ യൂണിറ്റ് തുരുമ്പെടുക്കും. ആശുപത്രിയിൽ വരുന്ന പലർക്കും അസുഖമില്ല. അസുഖം ഉണ്ടെന്ന് വരുത്തി തീർത്താലേ നമുക്ക് നിലനിൽക്കുള്ളൂ. സാധാരണക്കാരായ ആൾക്കാരെ ഇങ്ങനെ മുതലെടുക്കരുത്. സാധാരണക്കാരല്ലാതെ പിന്നെ ഇവിടെ ആരാ വരുന്നത്? പണമുള്ളവൻ ലണ്ടനിലോ അമേരിക്കയിലോ പോവില്ലേ? ബട്ട് ദിസ് ഇസ് ചീറ്റിംഗ്. ഡോക്ടർ ജെയിംസ്, പ്രസവിക്കാനുള്ള ശേഷി സ്ത്രീയുടെ കൂടപ്പിറപ്പാണ്. പക്ഷേ ഒരു സുഖപ്രസവമാണ് നടക്കാൻ പോകുന്നത് എന്നറിഞ്ഞാലും ഞങ്ങൾ കത്രികയെടുക്കും. ഒരു സാധാരണ പ്രസവം കൊണ്ട് ആശുപത്രിക്ക് എന്ത് കിട്ടാനാ? ഇത് ക്രൂരമായ കശാപ്പാണ്. അതെ, കശാപ്പാണ്. ആശുപത്രി കശാപ്പാണ്, സ്കൂളും കോളേജും കശാപ്പാണ്, ആശ്രമവും കശാപ്പാണ്. ഇവിടെ വന്നു നിന്നു എന്നെങ്ങാനും എന്റെ മോള് മിനി അറിഞ്ഞ അവള് കസ്തൂർബാ ഗാന്ധിയുടെ ആളാ. ആ പിന്നെ ഇതിനു മുമ്പുണ്ടായിരുന്ന ഡോക്ടർമാര് ദിവസവും മിച്ചം തെറ്റിദ്ധരിക്കരുത്. ദിവസവും മിച്ചം വരുന്ന എനിക്ക് ഒഴിച്ചു തരുമായിരുന്നു. അതിപ്പോ ഞാൻ കുറച്ചു നേരം കൂടെ നിന്നാ ഡോക്ടർ എനിക്ക് ഒഴിച്ചു തരും. അതെനിക്കറിയാം. ഇല്ല, ഈ ഡോക്ടർ തരില്ല. ഒരു തുള്ളി മദ്യം പോലും ഞാൻ തരില്ല. ആ തരരുത് തരരുത്, ഇത് ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങുകയായിരുന്നു. അച്ഛാ, അച്ഛ ഇവിടെ നിൽക്കണല്ലേ? ഞാൻ ഇവിടെ നിന്നിട്ട് എനിക്കും തോന്നുന്ന കാര്യം അല്ലേ ഡോക്ടറെ? ഞാൻ ദേ പോയി എനിക്കാ പ്രശ്നം. പിന്നൊരു കാര്യം, ഡോക്ടർ ആണെങ്കിൽ ഒരുപാട് പണം കാണും. പണം ഉണ്ടെങ്കിൽ കൈ വെച്ചേക്കണം. എന്റെ അച്ഛൻ ഇങ്ങനെ കള്ളു വാങ്ങിച്ചു കൊടുത്ത് മുതലെടുക്കാൻ നോക്കരുത്. നിങ്ങൾ എനിക്ക് നിങ്ങളുടെ അച്ഛന് മദ്യം വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ല. എന്റെ മുഖത്ത് നോക്കി ആദ്യം ഷട്ടപ്പ് എന്ന് പറയുന്നത് നിങ്ങളാണ്. ആദ്യമായിട്ടുള്ളതെന്തും നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായിരിക്കുകയും വേണം. ജോമോൻ കുഞ്ഞ് ജോലിക്ക് പോയെന്ന് വെച്ച് ഇവിടുന്ന് എന്തിനാ ആശുപത്രിയിൽ പോകാതിരിക്കുന്നേ? ഈ 3 കൊല്ലം എങ്ങനെയാ കഴിഞ്ഞത്? അതുകൊണ്ടല്ല കുറുപ്പേ, ഇത്രയും ദിവസം ഒരുമിച്ച് കഴിഞ്ഞിട്ട് അവൻ പെട്ടെന്ന് പോയപ്പോ തിങ്കളാഴ്ച ചെല്ലാന്ന് പറ. ഓ, എല്ലാവരും മുഖം കഴുകുന്ന ബോധം തെളിയാനാ. എന്റെ അച്ഛൻ മുഖം കഴുകുന്ന ബോധം കെടാനാ. അച്ഛാ, നമ്മുടെ ജീവിതം നമ്മളാ ഉണ്ടാക്കേണ്ടത്. അച്ഛൻ നോക്ക്, അച്ഛൻ എന്റെ വരുമാനം അറിയാം. ഞാൻ അച്ഛനെ പോലെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഇടാറില്ല. ഉള്ള വസ്ത്രം വൃത്തിയായി നനച്ച് കഴുകി ഭംഗിയായി ഇടാൻ പഠിക്കണം. ഇതൊന്നും നിന്റെ അഭിപ്രായമല്ല, ഇതൊക്കെ പണ്ട് കസ്തൂർബ പറഞ്ഞിട്ടുള്ളതാ. അതിരിക്കട്ടെ, അച്ഛൻ രാവിലെ എത്ര ധൃതിയിൽ എങ്ങോട്ടാ പോകുന്നത്? പഞ്ചായത്ത് കിണറ്റിൽ ഇന്നലെ രാത്രി ഒരു പശു വീണ് ചത്തെന്ന്. അതിന് അച്ഛൻ പോകേണ്ട കാര്യം? നമ്മളൊന്ന് പോയി അന്വേഷിച്ചില്ലെങ്കിൽ അത് പഞ്ചായത്തുകാർക്ക് മോശം മോളെ. മിനി കസ്തൂർബ, ഗുഡ് മോർണിംഗ്. എന്താ? കുറച്ച് എണ്ണ കാണൂ എടുക്കാൻ? വിൽപ്പനയ്ക്കില്ല. വിൽപ്പനയ്ക്കല്ല, തലേ തയ്യാനാ. കൊണ്ടുപോവാന്ന്. ആരോടായി ആജ്ഞാപിക്കുന്നത്? കൊച്ചി തമ്പുരാനോ? ഇത്ര ചെറിയ കുപ്പി കിട്ടിയുള്ളൂ? ആ, ഈ കുപ്പി എവിടെ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഇന്ന് നിന്നെന്ന് കരുതി ഇതൊരു ശീലമാക്കരുത്. ഇല്ല, ഒരിക്കലും ഇല്ല. ഗാന്ധി ജയന്തി പ്രമാണിച്ച് കസ്തൂർബ വനിതാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരാഴ്ചത്തെ ശുചീകരണ പരിപാടികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനെല്ലാം പണം ആവശ്യമുണ്ട്. കുറച്ചെങ്കിലും നാട്ടുകാരിൽ നിന്നും പിരിച്ചേ പറ്റൂ. പിരിവിന്റെ ഉദ്ഘാടനം നമുക്ക് നമ്മുടെ പുതിയ ഡോക്ടറെ കൊണ്ട് സാധിപ്പിക്കാം. അന്യനാട്ടിൽ നിന്നും വന്ന ആളായതുകൊണ്ട് 10 പേരുടെ മുമ്പിൽ പത്രാസ് കാണിക്കാനെങ്കിലും നമ്മൾ ചോദിക്കുന്ന പണം തീർച്ചയായും തരും. മോർണിംഗ്.
ഇരിക്കാൻ പറയേണ്ടതാണ് അതിന്റെ മര്യാദ. പക്ഷെ ഇവിടെ ആകെ 2 കസേരയുണ്ട്, നിങ്ങൾ 4 ആൾക്കാരും ഉണ്ട്. ഇതിലാരെ ഇരുത്തണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ എന്റെ പ്രശ്നം. ഞങ്ങൾ നിന്നോളാം. ഓൾ റൈറ്റ്. എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞങ്ങൾ കസ്തൂർബ വനിതാ സമാജത്തിന്റെ ഭാരവാഹികളാ. ജസ്റ്റ് എ മിനിറ്റ്. യെസ്, അതെ, നാളെ വൈകിട്ട് കാണാൻ ശ്രമിക്കാം. ആ കസ്തൂർബ വനിതാ കേന്ദ്രത്തിന്റെ ഭാരവാഹികളാ. ആ ഞങ്ങൾ ഈ ഗാന്ധി ജയന്തി ദിനത്തില് എക്സ്ക്യൂസ് മീ, ഡോക്ടർ ജെയിംസ് റിപ്പോർട്ട് കൊടുത്തേച്ചല്ലോ രാവിലെ തന്നെ. ഓ യെസ്, ഗാന്ധി ജയന്തി ദിനത്തില് ഞങ്ങളൊരു ശുചീകരണ പരിപാടി വൺ മൊമെന്റ്. എങ്ങനുണ്ട്? ഒമിറ്റിംഗ് ഉണ്ട്. ഏ ഒമിറ്റിംഗ് ഉണ്ട്. അത് തന്നെ കൊടുത്താൽ മതി. ആ. ആ ഗാന്ധി ജയന്തി ദിനത്തില് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇങ്ങനെ ചോദിക്കുമ്പോ ആവർത്തിക്കാൻ ഞങ്ങൾ ടേപ്പ് റെക്കോർഡൊന്നുമല്ല. ഒന്നുകിൽ കേൾക്കാനുള്ള മനസ്ഥിതി വേണം, അല്ലെങ്കിൽ അതിനുള്ള സന്നദ്ധത കാണിക്കണം. രണ്ടും ഉണ്ടാകുമായിരുന്നു. നിങ്ങൾ നേരത്തെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിരുന്നെങ്കിൽ. റൈറ്റ്. നൗ ലെറ്റ്സ് കം ടു ദ ടോപ്പിക്. സാമൂഹ്യ സേവനം സമം സംഭാവന. നിങ്ങൾ എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? ഇഷ്ടമുള്ളത് തരാം. ഇഷ്ടമുള്ളതാണ് ഞാൻ തരുന്നത്. അത് വിൽപ്പത്രത്തിൽ എഴുതി വയ്ക്കും. നിങ്ങൾക്ക് എത്ര തുക ആവശ്യമുള്ളതെന്ന് പറയും. ഞങ്ങൾ 500 രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. 500 rupees. സാമൂഹ്യ സേവനത്തിന് തൽക്കാലം എന്റെ ബഡ്ജറ്റ് 100 രൂപയാണ്. ഒരു ഡോക്ടറിൽ നിന്ന് ഇത്ര തുച്ഛമായ തുക ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. എന്താ 500 രൂപയെ കുറഞ്ഞ സംഭാവന വാങ്ങിക്കാൻ പാടില്ലെന്ന് കസ്തൂർബ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു കാര്യം ഡോക്ടർ മനസ്സിലാക്കിയാൽ കൊള്ളാം. സാമൂഹ്യ പ്രവർത്തകരോട് സംസാരിക്കാൻ പഠിക്കണം, പെരുമാറാൻ പഠിക്കണം. FRCS കൊണ്ട് മാത്രം കാര്യമില്ല. ഒരു ചെറിയ കാര്യം. ഒരു സാമൂഹ്യ പ്രവർത്തകയ്ക്ക് ആവശ്യം ക്ഷമയും വിനയവുമാണ്. അത് രണ്ടും ഐ എം സോറി നിങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ ഈ സമാജത്തിൽ കൊണ്ടു നടക്കുന്നത് നിങ്ങൾ കസ്തൂർബ ഗാന്ധിയോട് ചെയ്യുന്ന കടുത്ത ദ്രോഹമായിരിക്കും. ആശുപത്രിയാണെന്ന് കരുതി നിങ്ങളെ മാത്രം മാനിച്ചുകൊണ്ട് കസ്തൂർബ വനിതാ കേന്ദ്രത്തിന് ഞാൻ 1000 രൂപ സംഭാവന നൽകാൻ പോകും. നാളെ രാവിലെ ഒന്ന് ചെക്ക് വാങ്ങിച്ചു. ഓക്കെ? എന്തുവാ ഉള്ളിലെ ധാരണ? എനിക്കതാ മനസ്സിലാവാത്തത്. സാമൂഹ്യ സേവനം സമം സംഭാവന. ഓ, എന്തൊരറിവ്! ഇങ്ങനൊരു ചിരി, പിന്നൊരു ഓക്കെ. ഇവിടെ കിടന്ന ആളായാലുണ്ടല്ലോ, ഇത് ഞങ്ങളുടെ നാടാ. ഞാൻ എന്താളായെന്നാണ് നീ പറയുന്നത്? വീട്ടിൽ നിന്ന് പുറത്തു പോകാനും സമ്മതിക്കില്ല, വീട്ടിൽ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. ഇതിലും ഭേദം എന്റെ പഴയ പട്ടാള ക്യാമ്പാ.